ഹായ് ഫ്രണ്ട്സ്, NN മൈക്രോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വിവോ V9 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിൻ്റെ ഡിസ്പ്ലേ മാറുന്നതാണ്. അതായത് LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അതെങ്ങനെ മാറുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതുപോലെ ഫിംഗർ പ്രിൻറ്റിൻ്റെ സ്ട്രിപ്പുകൾ, പിന്നെ നമ്മുടെ നമ്മുടെ ബട്ടൺസിൻ്റെ ഒക്കെ സ്ട്രിപ്പുകൾ, അങ്ങനത്തെ സ്ട്രിപ്പുകളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം നല്ല കെയർഫുള്ളായിട്ട് അഴിക്കുക. അതായത് അതൊക്കെ പൊട്ടിപ്പോകാൻ വളരെയധികം ചാൻസ് ഉള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയാൻ കാരണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് ബാറ്ററി ഫസ്റ്റിൽ റിമൂവ് ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ള എല്ലാം റിമൂവ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഡിസ്പ്ലേ ഗം ചെയ്ത് നിർത്തുന്നതിന് മുൻപ് നമ്മൾ ഇതുപോലെ ഒന്ന് എല്ലാം വർക്കിംഗ് ആണോ, ടച്ചൊക്കെ വർക്കിംഗ് ആണോ എന്നൊക്കെ നല്ലോണം നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഗം ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് ഹീറ്റ് ചെയ്ത് കഴിക്കേണ്ടത് വരും. അതിൻ്റെ കൊണ്ടാണ് ആദ്യം എല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗം ചെയ്ത് ഡിസ്പ്ലേ ഇട്ടതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യും. അത് വീണ്ടും ഒന്നുകൂടെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്നുകൂടെ ചെക്ക് ചെയ്യും. അതിന് ശേഷമാണ് ബാക്കി എല്ലാ സംഭവം നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്, മൊത്തമായിട്ട് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ മച്ചാന്മാരെ, ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. മച്ചന്മാരെ എല്ലാം സെറ്റാക്കി നമ്മൾ റബ്ബർ ബാൻഡ് ഇടുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഗമ്മ് നല്ല രീതിക്ക് ഒട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ ഒരു 1.5 മണിക്കൂറോളം നമ്മൾ ഇട്ട് വെക്കും. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ബൈ.